ഗുഡ് മോർണിംഗ്. നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 23ാമത്തെ ചാപ്റ്ററാണ് നോമൻക്ലേച്ചർ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ്. നോമൻക്ലേച്ചർ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബൺസിൻ്റെ കാര്യമാണ് ഇതിൽ പറയണത്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജനും കാർബണും കൂടെയുള്ള കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുക. പേര് പോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാവും കാർബണും ഉണ്ടാവും. രണ്ടും കൂടിയുള്ള കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഹൈഡ്രോ കാർബൺസിൽ കാർബണിൻ്റെ എണ്ണം അനുസരിച്ച് അവർക്ക് പേര് കൊടുക്കാം. ഇപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ അവരുടെ പേര് തുടങ്ങുന്നത് ഒരു പ്രത്യേക പേരിലായിരിക്കും. 2 കാർബൺ ആണെങ്കിൽ വേറൊരു പേരിലായിരിക്കും. 3 കാർബൺ ആണെങ്കിൽ വേറെ പേരിലായിരിക്കും. അപ്പോൾ ഹൈഡ്രോ കാർബൺസിൽ മെയിൻ ആരാണ്? കാർബണാണ്. അപ്പോൾ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടോ അതനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഒരു കാർബൺ ആറ്റാണെങ്കിൽ അത് തുടങ്ങുന്നത് മെത്ത് എന്നുള്ള രീതിയിലായിരിക്കും. അവരുടെ പേര് എപ്പോഴും മെത്ത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെൻറ്റ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ്, 7 കാർബൺ ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്റ്റ്, 9 ആണെങ്കിൽ നൊണ്ണ്, 10 ആണെങ്കിൽ ഡക്ക്. 10 വരെ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ 2ാമത്തെ ക്വസ്റ്റ്യനായിട്ട് റൂട്ട് ഓഫ് കാർബൺ ചെയിൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അതിൽ എത്ര കാർബൺ ചെയിൻ ഉണ്ടോ അല്ലെങ്കിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതും അതിൻ്റെ വേർഡ് റൂട്ടും ആ പേര് തുടങ്ങുന്നത് വെച്ചിട്ടുള്ള അതൊന്ന് പഠിക്കണം കേട്ടോ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഓക്റ്റ്, നൊണ്ണ്, ഡക്ക്. 10 വരെ പഠിച്ചാൽ മതി. ഇനി നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ കോവാലന്റ് ബോണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കോവാലന്റ് ബോണ്ട് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? കോവാലന്റ് ബോണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല. പാർഷ്യലി എന്താണ് അവർ ഷെയർ ചെയ്യാണ് ചെയ്യണത്. 2 തരത്തിലാണ് കോവാലന്റ് ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഒന്ന് ഹോമോലിറ്റിക് ക്ലീവേജ്, 2 ഹെറ്ററോലിറ്റിക് ക്ലീവേജ്. ഹോമോലിറ്റിക് ക്ലീവേജും ഹെറ്ററോലിറ്റിക് ക്ലീവേജും. ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെയർ ലോൺ പെയർ അതുപോലെ ബോണ്ട് പെയർ ഓഫ് ആറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കെടുക്കാത്തവർ. ബോണ്ട് പെയർ എന്ന് പറയുന്നത് ബോണ്ട് ഫോം ചെയ്തവർ. അപ്പോൾ ആ ബോണ്ട് പെയേഴ്സ് പരസ്പരം അകന്നു മാറുക, അങ്ങനെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഇപ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്, അത് ഓരോ ആറ്റംസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഷെയർ ചെയ്ത ആറ്റംസ് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ആ ബോണ്ട് അവിടെ ബ്രേക്കായി. അതാണ് ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. ഇനി 2ാമത്തത് ഹെറ്ററോലിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബോണ്ട് പെയറിന് ഏതെങ്കിലും ഒരു ആറ്റം കംപ്ലീറ്റ് ആയിട്ട് ഒരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ CH3 Cl ഓരോ ആറ്റംസ് ആയിട്ടാണ് അവർ പെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒറ്റ പെയറിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ആ പെയർ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് Clന് കൊടുക്കുക. ഏതെങ്കിലും ഒരു ആറ്റത്തിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. കാരണം ഷെയറിംഗ് ആണല്ലോ, ഒരാൾ അതിനെ വിട്ട് കൊടുക്കുക, മറ്റാൾ അതിന് പൂർണ്ണമായിട്ടും വാങ്ങുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാം. 2 തരത്തിലാണ്. ഹോമോലിറ്റിക് എന്ന് പറഞ്ഞാൽ പെയർഡ് ആയിട്ടുള്ള ബോണ്ട് പെയേഴ്സ് പരസ്പരം സ്പ്ലിറ്റ് ആവാം. ഹെറ്ററോലിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ബോണ്ട് പെയറിനെ ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോമെട്രിക് എഫക്റ്റ് ആണ്. ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ദ ഷെയർഡ് പെയർ ഓഫ് 2 ഇലക്ട്രോൺസ് ഓഫ് എ മൾട്ടിപ്പിൾ ബോണ്ട് to one of the atoms in the presence of the attacking reagent is called electrometric effect. അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു റിയേജൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്? ഹെറ്ററോലിറ്റിക് ക്ലീവേജ് നടക്കുകയാണ്. അതായത് ബോണ്ട് പെയറിനെ ആ 2 ഇലക്ട്രോൺസുകളെ കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിനെയാണ് എന്ത് പറയുക? ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറയുക. അതായത് ഏതെങ്കിലും ഒരു റിയേജൻറ്റ്, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ ബോണ്ട് പെയേഴ്സിലുള്ള ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനെയാണ് എന്ത് പറയുക? ഇലക്ട്രോമെട്രിക് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ അത് നോക്കിയാൽ മതി, ഇലക്ട്രോമെട്രിക് എഫക്റ്റ്. ഇനി റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്. റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന പെയേഴ്സാണ്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അതും അതേപോലെ പൈ ബോണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ടും തമ്മിലുള്ള ലോൺ പെയറും പൈ ബോണ്ടും തമ്മിൽ അല്ലെങ്കിൽ 2 പൈ ബോണ്ട് തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് എന്ത് പറയുക? റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുക. പൈ ബോണ്ടൊക്കെ എന്താണെന്ന് നമ്മൾ കോവാലൻ്റൊക്കെ പഠിച്ച സമയത്ത് ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് ലോൺ പെയറും പൈ ബോണ്ടും തമ്മിൽ
അല്ലെങ്കിൽ രണ്ട് പൈ ബോണ്ട് തമ്മിലുള്ള എഫക്റ്റിനെയാണ് എന്ത് പറയുക, അല്ലെങ്കിൽ അത് തമ്മിലുള്ള അട്രാക്ഷനെയാണ് അല്ലെങ്കിൽ ഇൻട്രാക്ഷനെയാണ് എന്ത് പറയുക, റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയാം. ഇനി ഹൈഡ്രോ കാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷനും കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുണ്ട്. ഹൈഡ്രോ കാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഹൈഡ്രോ കാർബൺസിനെ മെയിൻലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ്. എന്നിങ്ങനെ ആരി ആയിട്ടോ അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ആക്കിയോ ആയിട്ട് വരുന്ന ഹൈഡ്രോ കാർബൺസ് ആണ് സൈക്ലിക് അല്ല. ഓപ്പൺ അവർ വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കാം അവരിലേക്ക്. ആൻഡ് ആലിഫാറ്റിക് അല്ലെങ്കിൽ ആലിഫാറ്റിക് അങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസ് പേരാണ് കേട്ടോ. ഒന്നുകിൽ സൈക്ലിക് അല്ലെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ ആലിഫാറ്റിക്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാലോ സൈക്ലിക് അല്ലെങ്കിൽ ക്ലോസ്ഡ്. ഇങ്ങനെ സൈക്കിൾ പോലെ ഫോം ചെയ്യുക, അതിലേക്ക് ഇനിയും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല, ഹൈഡ്രജൻസിന് ആഡ് ചെയ്യാനായിട്ട് അവിടെ പറ്റില്ല. അതാണ് സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ. ഇനി അസൈക്ലിക്കിനെ പിന്നെയും തിരിച്ചിട്ടുണ്ട് സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡിനെ നമ്മൾ ആൽക്കെയിൻസ് എന്ന് പറയും, ANE ആൽക്കെയിൻ എന്ന് പറയും. അൺസാച്ചുറേറ്റഡിനെ ആൽക്കീനോ ആൽക്കൈനോ എന്ന് പറയാം. ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവിടെ ഒരു റിയാക്ഷൻ്റെ ആവശ്യമില്ല, കാരണം അവർ സ്റ്റേബിളായി. ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടാണ്. ആൽക്കെയിൻ അവിടെ സിംഗിൾ ബോണ്ടാണ്, ഇവിടെ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടാണ്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് ഹൈഡ്രോ കാർബൺസിനെ ആഡ് ചെയ്തിട്ട് ഇവരെയൊക്കെ എന്താക്കണം, ആൽക്കെയിൻ ആക്കണം. ആൽക്കെയിനാണ് സ്റ്റേബിൾ ഫോം വരുന്നത്. അപ്പോൾ ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ആണ്, അവിടെ എല്ലാം കഴിഞ്ഞു. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് ആൽക്കീനുണ്ട് ആൽക്കൈനുണ്ട്. ആൽക്കീന് ഡബിൾ ബോണ്ടഡ് ആണ്, ആൽക്കൈൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടഡ് ആണ്. ഇനി സൈക്ലിക്കിനെ ഇപ്പം നമ്മൾ റൂട്ട് പറഞ്ഞല്ലോ, വേർഡ് റൂട്ട് നമ്മൾ പഠിച്ചില്ലേ. വേർഡ് റൂട്ട് പറഞ്ഞതിൽ മെത്ത് എത്ത് പ്രൊപ്പൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ മെത്തിൽ അതായത് ഒരു കാർബൺ ഉള്ള അതേപോലെ തന്നെ സിംഗിൾ ബോണ്ടഡ് ആയിട്ടൊരു ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ അതിൻ്റെ പേര് മീഥെയിൻ. അതായത് സാച്ചുറേറ്റഡ് എഴുതുമ്പോൾ ANE, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ആ വേർഡ് റൂട്ടിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളോട് പറയണം പ്രൊപ്പീൻ, PROPENE. ENE എന്ന് പറയുമ്പോൾ എന്താണ്, ഡബിൾ ബോണ്ടാണ്. ENE എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, 3 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അത് അൺസാച്ചുറേറ്റഡ് ആണ്, ആൽക്കൈൻസ് ആണ്. 3 എവിടെയെങ്കിലും അതിനെന്തുണ്ടാവും, ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ആ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഭാഗത്തേക്ക് നമുക്ക് പിന്നെയും ഹൈഡ്രജനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ്. ഇനി സൈക്ലിക്കിൽ 2 ടൈപ്പ് ഉണ്ട്, ആലിസൈക്ലിക് ഉണ്ട്, ആരോമാറ്റിക് ഉണ്ട്. ആലിസൈക്ലിക്കിന് പിന്നെയും എന്താണ്, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആലിസൈക്ലിന് സാച്ചുറേറ്റഡ് ആണ് സൈക്ലോ ആൽക്കെയിൻസ്, സൈക്ലിക് ഫോമിൽ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ളത്. ഇനി അൺസാച്ചുറേറ്റഡിൽ സൈക്ലോ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈക്ലിക് ഫോമിൽ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് കാണാം. സൈക്ലോ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാലോ ഈ ക്ലോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സൈക്ലിക് രൂപത്തിൽ എവിടെയെങ്കിലും ഒരു ട്രിപ്പിൾ ബോണ്ട് കാണാം. ഇനി ആരോമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, മണമുള്ളതാണ്. മണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൗണ്ട്സിന് ഇട്ടാം. അത് ബെൻസോയിഡ് ആവാം, നോൺ ബെൻസോയിഡ് ആവും. അതായത് ബെൻസീൻ ബേസിക് സ്ട്രക്ചർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നതാവാം, അതല്ലാത്ത ടൈപ്പ് ആവാം. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിക്കണം. അപ്പോൾ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് മനസ്സിലാക്കണം. വേർഡ് റൂട്ടിൻ്റെ കൂടെ സാച്ചുറേറ്റഡിൻ്റെ എയിൻ ആഡ് ചെയ്യുന്നു, അൺസാച്ചുറേറ്റഡിൻ്റെ ENEയും YNEയും ആഡ് ചെയ്യുന്നു. അപ്പോഴാണ് ഓരോ ബോണ്ടുകൾ ഫോം ചെയ്യുക. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമുക്കത് വരയ്ക്കാനൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവും ഇനി വരുന്നത്. അപ്പോൾ ഇതിലത്തെ എന്തുകൂടെ പഠിക്കണം, ഹൈഡ്രോ കാർബണിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടെ പഠിക്കണം. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ നന്നായിട്ട് നോക്കുക. ഹൈഡ്രോ കാർബണിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുകയാണ്. നോക്കിയാൽ 2 കാർബൺ ആറ്റംസ് ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട് എന്തായിരിക്കും, എത്ത് എന്നായിരിക്കും. ഒന്നാണെങ്കിൽ മെത്ത്, 2 എത്ത് പ്രൊപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായി. ഇനി കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4ആണ്. കാർബണിന് 4 വാലൻസി ഉണ്ട്. ഈ 4 വാലൻസ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വേറെ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യും. ഹൈഡ്രോ കാർബൺസ് നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്യും, ഹൈഡ്രജനെ ആഡ് ചെയ്യും. അപ്പോൾ ഈഥൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, 2 കാർബൺ ആറ്റംസിൻ്റെ ഇടയിൽ എത്തുന്നു വന്നാൽ തന്നെ എന്താ 2 കാർബൺ ആറ്റമായി. 2 കാർബൺ ആറ്റംസിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടാണ്.
അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാലൻസ് 4 എണ്ണം ഉള്ളത് അവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ഈ ദീൻ നോക്കിയാൽ 2 കാർബൺ ആറ്റംസിനിടയിൽ ഈനാണ്, അപ്പോൾ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ ഓരോ കാർബണും 2 വാലൻസി ഫില്ലായി. ബാക്കി എത്രയുണ്ട്? 2 വാലൻസികളുണ്ട് അവിടെ ഹൈഡ്രജനെ ഫില്ല് ചെയ്തു. ഈ തൈൻ എന്ന് പറയുമ്പോഴോ 3 ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഓരോ കാർബണിനും 3 വാലൻസി ഇവിടെ കഴിഞ്ഞു, പിന്നെ ഒരൊറ്റ വാലൻസി ബാക്കിയുള്ള അവിടെ ഹൈഡ്രജനെ ഫില്ല് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് എഴുതാനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഈഥീനൊക്കെയാണ്. ഇനി പ്രൊപ്പും ബ്യൂട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ എഴുതാം.